വൺ ഇന്ത്യ കൈറ്റ് ടീം എന്ന് പറഞ്ഞ ഒരു ടീമിലെ മെമ്പേഴ്സാണ് നമ്മൾ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ എയർ ഷോ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് സ്പെഷ്യലി ബ്രെഡ് പോക്കറ്റ്, സ്റ്റഫ്ഡ് ബൺ. ഫുഡ് ഫെസ്റ്റിന്റെ ഏരിയയിലൊക്കെ നല്ല ആളുണ്ട് കേട്ടോ. എൻ്റെ കൂടെ മല്ലു എക്സ്പ്ലോററും കൂടി ഉണ്ട്. കയാക്കിങ് നടക്കുകയാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് ബേപ്പൂരാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ജനുവരി 4, 5 തീയതികളാണ് നടക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബേപ്പൂർ ഫെസ്റ്റിനെ അനുബന്ധിച്ചിട്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ആർട്ട് ചിത്രങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എയർ ഷോ നടക്കുന്നുണ്ട്. നമ്മളെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവലിൽ നമ്മളെ കയാക്കിങ് നടക്കുകയാണ് കേട്ടോ. എയർ ഷോ ആരംഭിക്കുന്നതാണ്. നല്ല വീറോട് കൂടിയാണ് എല്ലാവരും തുഴച്ചിൽ നടക്കുന്നത് കേട്ടോ. എയർ ഷോയ്ക്ക് ശേഷം കുറച്ച് ടീംസ് ഉണ്ട്. 1, 2, 3, 4, 5 ടീം ഇപ്പോൾ ഉണ്ട്. ആ ടീമാണ് ഇപ്പോൾ ഏറ്റവും മുന്നിലുള്ളത്. ഇപ്പോൾ എയർ ഷോ നടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നടക്കും കേട്ടോ. അപ്പോൾ അതിന് ആൾക്കാർ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എയർ ഷോ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്രൗഡാണ്. ആൾക്കാർ ഇവിടെ നിറഞ്ഞ് നിൽക്കുക കേട്ടോ. സാരംഗ് ടീമിൻ്റെ എയർ ഷോ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. 3/4 മണിക്കൂറിൻ്റെ അടുത്ത് അവർ എയർ ഷോ നടത്തി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള പട്ടം പറത്തൽ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. അവിടെ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പട്ടം ഉടനെ തന്നെ പറത്തുന്നതാണ്. അപ്പോൾ ഓരോരോ ടീമുകളുണ്ട്. ഒരുപാട് ടീമുകൾ അണിനിരക്കുന്നുണ്ട് കൈറ്റ് ഫെസ്റ്റിവലിൽ. വൺ ഇന്ത്യ കൈറ്റ് ടീം എന്ന് പറഞ്ഞ ഒരു ടീമിലെ മെമ്പേഴ്സാണ് നമ്മളിപ്പം ബേപ്പൂർ ഫെസ്റ്റിവലിൽ 4 years ആയിട്ട് നമ്മളെ കൈറ്റ് ഫ്ലൈയിങ് നടക്കാറുണ്ട്. സോ നമ്മൾ രണ്ടാൾ പ്രൊഫഷണൽ സ്റ്റണ്ട് കൈറ്റ് ഫ്ലയേഴ്സ് ആണ്. ഇന്ത്യയിൽ തന്നെ ഇവന്റ്സ് നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ, ഗുജറാത്തിലും, മംഗലാപുരത്ത്, ലക്ഷദ്വീപിലൊക്കെ. സോ നമുക്ക് അടുത്തതായിട്ട് മംഗലാപുരമൊക്കെ വരുന്നുണ്ട്. ഈ മന്തിൽ വരുന്നുണ്ട്. സോ അതിലേക്ക് സെലക്ടറാണ് നമ്മൾ രണ്ടുപേരും. സോ നമ്മുടെ കൈറ്റ് യു ക്യാൻ സീ ഇതെല്ലാം ജസ്റ്റ് പവർ കൈറ്റ് ആണ്. ദിസ് വൺ ഇസ് പവർ കൈറ്റ്. പിന്നെ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഷോ കൈറ്റ്സ് ആണ്. ഓരോ കൈറ്റിനും അതിൻ്റെതായ ഭംഗിയും അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട്. ഈ കാണുന്നത് ആ ടീമിൻ്റെ കൈറ്റ് ആട്ടോ. പിന്നെ ഒരുപാട് കൈറ്റുകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ആൾക്കാരിപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കൈറ്റ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ശരിക്കും വീക്ഷിച്ചിട്ട് എല്ലാവരും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് ഇരിക്കുക കേട്ടോ. ടൈപ്പിലുള്ള കൈറ്റുകളുണ്ട്. വിഷ്വൽസ് ഇങ്ങനെ കാണാം. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മളെ ഈ വാട്ടർ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് തോന്നിയത് എനിക്ക് ആ കുതിരൻ്റെ ആ ടൈപ്പ് വരുന്ന ആ ടൈപ്പ് അതാണ് കേട്ടോ. അപ്പോൾ ഓരോ വിഷ്വൽസ് നമുക്ക് നല്ല വ്യക്തമാക്കി കാണാം. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിലാണുള്ളത്. എയർഫോഴ്സിൻ്റെ ഷോ കഴിഞ്ഞ് കൈറ്റ് ഫെസ്റ്റിൻ്റെ ഈ സൈഡിലേക്ക് വന്നതാണ്. കൈറ്റ് പൊന്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി പരിപാടിയാണ്. ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കുറേ സാധനങ്ങൾ ഇവിടെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറേ കാര്യങ്ങൾ പൊന്താനുണ്ട്, പറത്താനുണ്ട്. ഇവിടെ ആൾക്കാർ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ മല്ലു എക്സ്പ്ലോററും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നല്ല കാറ്റിടക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഉറക്കമൊക്കെ വരുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കമൊന്നും വരുന്നില്ല. ആ കൈറ്റ് കാണുമ്പം അങ്ങനെ ഉറങ്ങാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വിഷ്വല് നമ്മൾ ബീച്ചിൻ്റെ ഈ സൈഡിലായതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ കുറവ് കിട്ടും. അത് അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേജും കാര്യങ്ങളും കാണാം. കൂടെ ഈ കൈറ്റിൻ്റെ ആൾക്കാർ ഇങ്ങനെ പറത്തുന്ന അതും കാണാം. മ്യൂസിക്കലായിട്ടുള്ള പരിപാടികളൊക്കെ ഈ സ്റ്റേജ് വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളെ കൈറ്റ് ഫെസ്റ്റ് നമ്മൾ ഈ സ്റ്റേജിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള ഒരു വിഷ്വലും കൂടി നമുക്ക് കാണാം. അടുത്ത കയറ്റല്ലേ പറത്താൻ പോണേ? അടുത്ത കയറ്റ് പറത്താൻ പോകണേ. ആകാശത്ത് നിറച്ചും കയറ്റുകൾ നിറഞ്ഞ് നിൽക്കുകയാണ്. ഈ കയറ്റ് നിങ്ങൾക്ക് ഒരു ഹെലികോപ്റ്റർ പോണ ആ സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ വാട്ടർ ഫെസ്റ്റിവൽ 2025 4, 5 തീയതികൾ നടക്കുന്ന വാട്ടർ ഫെസ്റ്റിവലിൻ്റെ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കിതിൽ കാണാം. ആൾക്കാരൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ നമ്മളെ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. നമ്മളെ ബേപ്പൂർ ഫെസ്റ്റിവലിന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 4 മണി ആയിട്ടുള്ളൂ. ഇവിടെയൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈറ്റ് ഫെസ്റ്റ് കഴിഞ്ഞ് ഇനി ഫുഡ് ഫെസ്റ്റിവലിന് പോകും കേട്ടോ. ഇവിടെ ഉണ്ടോ നമ്മളെ ഫുഡ് കോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിൽ കൂടി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫുഡ് സ്റ്റാളുകൾ ഇവിടെ കാണാൻ കഴിയും.
നമ്മളിപ്പോൾ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡാണ്. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഫുഡ് നമ്മൾ ഇവിടുത്തെ ഫുഡുകൾ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാളാണ് കേട്ടോ. ഇവിടെ മെഹന്തി, ഫേസ് പെയിൻറ്റിങ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ആർട്ട്, ക്രാഫ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭാഗത്തൊക്കെ അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. പിന്നെ ഈ സൈഡിലൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. നമ്മൾ നോക്കണേ അപ്പോൾ നേരത്തെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഒരുപാട് സ്റ്റാളുകളുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും അത്യാവശ്യം ഫുഡ് കോർട്ടുകളുണ്ട്. എല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല തരം ഫുഡുകളുണ്ട് കേട്ടോ. അവിടെ ഹോട്ട് ചോക്ലേറ്റ് ഇതൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാളാണ് കേട്ടോ. അവിടെ കേക്കുകളുണ്ട്, അങ്ങനെയുള്ള പുഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ കബാബ്, കാടമുട്ട, കപ്പയും ബീഫും, മക്രോണി, ഫ്രൈഡ് റൈസ്, പാനിപ്പൂരി, കീ പൊറോട്ട, പത്തല്, വെള്ളപ്പം, ചിക്കൻ കറി, ഗ്രീൻ ആപ്പിള്, ഗ്രീൻ ടീ, പൈനാപ്പിൾ, ഗ്രേപ്പ്, ലൈല മജ്നു, ബ്ലൂ ടീ. ഇവിടെ ഈ ഭാഗത്തൊക്കെ കുറച്ച് സ്റ്റാളുകളുണ്ട്. വിവിധ വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന ഓരോ സ്റ്റാളുകളാണ് ഈ കാണുന്നത്. ആത്മാവേപ്പോ ഇതാണ് ആ യൂട്യൂബ്. ആത്മാവേപ്പോ 4 വർഷക്കാലം ബേപ്പൂരിന്റെ മണ്ണിൽ വൈറലായ സോഡ. ഇതാണ് ആ യൂട്യൂബ് തിരഞ്ഞെടുത്ത മുതൽ. ഫെസ്റ്റിവലിന് ഏകദേശം ഈ സൈഡിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പല സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ പ്രോഗ്രാംസൊക്കെ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും അവിടെ. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു പ്രത്യേക സൗകര്യം ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. പൊരിച്ച ഐസ്ക്രീമോ? വെറൈറ്റി ആണല്ലേ. ഓ, പിന്നെ വേറെന്താള്? കൊട്ടൻ ക്യാൻഡി ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, ഇവരിപ്പോൾ പഴംപൊരിയൊക്കെ തിന്നാണ്. അങ്ങനെ രസമല്ലേ? മധുരക്കേക്ക് ഉണ്ട്, പിന്നെ കാട ഫ്രൈ ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട് സ്പെഷ്യല്? കല്ലുമക്കായ ഉണ്ട്, കപ്പ, ചിക്കന്, കുഞ്ഞിപ്പത്തിരിയും ബീഫും, ചിക്കൻ 65, ഞണ്ട്, കണ്ണ് വെച്ച പത്തിരി. നല്ല നെയ്പ്പത്തിലും ബീഫും ഉണ്ട്, നല്ല നെയ്പ്പത്തിലും പഴംപൊരിയും ബീഫും ഉണ്ട്, നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഒക്കെ ചൂടോട് കൂടിയിട്ടുണ്ട്. കാടമുട ഫ്രൈ ഉണ്ട്. എല്ലാവരും കൂടെ വന്നോളൂ. പഴംപൊരി ബീഫ് നല്ല സ്പെഷ്യൽ സാധനമൊക്കെ അടിപൊളി സാധനങ്ങൾ. ഫുഡ് ഫെസ്റ്റിൻ്റെ പിന്നെ ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ. ഈ ഭാഗത്ത് ആ സൈഡിൽ വരെ ഉള്ള എല്ലാ ഭാഗത്തും പിന്നെ ഫുഡ് കോർട്ടുകളുണ്ട്. അപ്പം നമ്മളെ ബേപ്പൂർ ഫെസ്റ്റിവലിൽ ഫുഡ് ഫെസ്റ്റിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് വളരെ നല്ല ഉഷാറായിട്ട് നടക്കുന്നത്. ഇവിടെ കുറേ സ്റ്റാളുകൾ ഉണ്ടായതുകൊണ്ട് എല്ലാ വീട്ടുകാരുടെയും ഫുഡ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ സാധിച്ചു. നടത്തിയ കാരണം പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ മന്ത്രി റിയാസ് സാറെ തന്നെ അഭിനന്ദിക്കാൻ വേണം. നിന്റെ സ്പെഷ്യൽ ആണ് കേട്ടോ. ചിക്കൻ പോപ്സ് ഉണ്ട്, പോപ്പ് റോള്, ബർഗറുണ്ട്, ലോഡർ ഫേസ് ഉണ്ട്. ഇതാ ഓക്കെ വന്നോളി തിന്നോളി കേട്ടോ. വളരെ ചീപ്പായിട്ടാ കൊടുക്കണം കേട്ടോ. ചിക്കൻ പോപ്സ്. സ്പെഷ്യലി ബ്രെഡ് പോക്കറ്റ്, സ്റ്റഫ്ഡ് ബൺ, പിന്നെ കായ്പോള, ഉന്നക്കായി, ഇറച്ചി കേക്ക്, പിന്നെ ഹോം മെയ്ഡ് പിക്കിൾസ് ഉണ്ട്, വെറൈറ്റീസ്. പാനിപ്പൂരി ഉണ്ട്, ഷവർമ്മപ്പൂരി ഉണ്ട്, മക്രോണി, നൂഡിൽസ്, പാസ്ത, ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. ഏറ്റവും എൻഡാണ് കേട്ടോ. ഈ ഭാഗത്ത് കുറച്ച് തലശ്ശേരി പലഹാരങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഫുഡ് കോർട്ടിലാണ് ഇപ്പം നമ്മളുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓരോ സാധനങ്ങൾ നമുക്ക് കാണാം. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ നമുക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക്